ഹലോ എവരിവൺ, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അടുത്തൊരു ക്രോപ്പുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ ഇപ്പം POP എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. POP ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പായ കോക്കനട്ട് അല്ലേ? നമുക്കറിയാം, കോക്കനട്ട്, ബനാന, റൈസ്, ഈ 3 ക്രോപ്പുകളും സിസം പിന്നെ ഗൗപ്പി, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ POPയുടെ കേരള PSC അഗ്രികൾച്ചർ എക്സാമിന് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ക്രോപ്പുകളാണ്. അപ്പോൾ അവരെ ഒരു കോക്കനട്ട്, അപ്പം എല്ലാവരും കോക്കനട്ട് പഠിച്ചു തുടങ്ങിയെന്നും അറിയാം. കോക്കനട്ട് ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ POPയുടെ പുസ്തകം കൂടെ അടുത്ത് വെക്കുക. കോക്കനട്ടിന്റെ പേജ് നമ്പർ എടുക്കുക. ഓയിൽ സീഡ് അതിൽ വരുന്നതാണ് ഫസ്റ്റ് ക്രോപ്പാണ് കോക്കനട്ട് വരുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിമായ കൊക്കോസ് ന്യൂസിഫറ. അപ്പം കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോസ് ന്യൂസിഫറയാണ്. അതുപോലെ തന്നെ 27 ജനറ, അതായത് 27 ജീനസും 600 സ്പീഷ്യസും എവിടെയുണ്ട്? നമ്മുടെ കോക്കനട്ടിലുണ്ട്. കൊക്കോയിഡേ എന്ന് പറയുന്ന ഫാമിലിയാണുള്ളത്. 2n = 22 ആണ് ക്രോമസോം നമ്പർ. അപ്പം ജസ്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ജസ്റ്റ് അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്ത് നമുക്ക് ആ POPയിലെ കോക്കനട്ടിന്റെ സെക്ഷനും തീർക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഹൈബ്രിഡ് സ്യൂട്ടബിൾ ഫോർ ദ ഏരിയാസ് അഫക്റ്റഡ് ഇൻ റൂട്ട് വിൽറ്റ് എസ്പെഷ്യലി ഇൻ കേരള? അപ്പോൾ കേരളത്തിൽ ഏത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് റൂട്ട് വിൽറ്റിന് റെസിസ്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഏത് വെറൈറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രശങ്കരയാണ്. ചന്ദ്രശങ്കര ഒരു ഹൈബ്രിഡ് ആണെന്ന് ഓർത്തിരിക്കാം. ഇതിൻ്റെ കേസ് ഇപ്പോൾ നോർമൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ശ്രീ ശങ്കര രക്ഷ. ഈ പേര് മറക്കരുത്, ശ്രീ ശങ്കര രക്ഷ. ഇതിൻ്റെ കൂടൊക്കെ കേരശ്രീ, കേരശങ്കര, കേരരക്ഷ എന്ന പേരും ഉണ്ട്. ഈ 3 വെറൈറ്റീസും നമ്മൾ റൂട്ട് വിൽറ്റ് അഫക്റ്റഡ് ഏരിയാസിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു 3 റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മറക്കത്തില്ലല്ലോ. റൂട്ട് വിൽറ്റ് ഉള്ള ഏരിയയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ചന്ദ്രശങ്കരയാണ്. ചന്ദ്രശങ്കരയുടെ ക്രോസിങ് പഠിക്കാം. POPയുടെ കോക്കനട്ടിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ കൾട്ടിവേഴ്സും ഹൈബ്രിഡും അതിന്റെ ക്രോസിങ്ങും എല്ലാം കിടപ്പുണ്ട്. മസ്റ്റ് ആയിട്ട് ഇത് വായിച്ചിട്ട് തന്നെ പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഹൈബ്രിഡ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡ്രൗട്ട് പ്രോൺ ഏരിയാസ് ഇൻ കേരള. ഇപ്പോൾ കേരളത്തിലെ ഡ്രൗട്ട് പ്രോൺ ഏരിയാസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോക്കനട്ടിന്റെ വെറൈറ്റി ഏതാണെന്ന്. അപ്പം അതിൻ്റെ ആൻസർ വരിക ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രകൽപ്പ. അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് C²L എന്ന് പഠിക്കാം. എന്താണ് C²L? അതായത് ചന്ദ്രലക്ഷയും ചന്ദ്രകൽപ്പയും. ചന്ദ്രൻ ലക്ഷത്തോടെ കൽപ്പം, അങ്ങനെ ആലോചിച്ചിരിക്കുക. ചന്ദ്രലക്ഷ, ചന്ദ്രകൽപ്പ, പിന്നെ ലക്ഷഗംഗ. ഇപ്പം നമുക്കിപ്പം ലക്ഷഗംഗ വന്നു. അപ്പം നമുക്ക് കുറച്ച് വെറൈറ്റീസ് തമ്മിട്ട് അതിന് ക്രോസിങ് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പം പഠിക്കാനുണ്ട്. ലക്ഷഗംഗ എന്ന പേര് കേൾക്കുമ്പോഴേ ഓർത്തോണം ലക്ഷ്യയും ഗംഗയും. അപ്പം ലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും, ഗംഗ വരുന്നത് ഗംഗാബോധത്തിൻ്റെയും ഗംഗാബോധം ആയിരിക്കും. അപ്പം ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാബോധത്തിൻ്റെയും കൂടെ ക്രോസ് ആണ് എന്ത്? ലക്ഷഗംഗ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കാം. നമ്മൾ വരുന്ന സ്ലൈഡുകൾ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വെറൈറ്റി സ്യൂട്ടബിൾ ഫോർ ടെൻഡർനെറ്റ് കോക്കനട്ട്? അതായത് നമ്മൾ കരിക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് വെറൈറ്റിയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? അതായത് ഡാർക്ക് വെറൈറ്റി ആയിട്ടുള്ള ചോഗോട്ട് ഓറഞ്ച് ഡാർക്ക് വെറൈറ്റി, നമ്മൾ COD എന്ന് നമ്മൾ ഫസ്റ്റ് കോക്കനട്ടിൻ്റെ ഫസ്റ്റ് സ്ലൈഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. COD, WCT അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് തന്നെ തന്നെ വേണം. അപ്പം നമ്മൾ ടെൻഡറിനായിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ ടെൻഡറിനായിട്ട് കരിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോഗട്ട് ഡാർക്ക് വെറൈറ്റി, ഓറഞ്ച് ഡാർക്ക് വെറൈറ്റി ആണെന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വെറൈറ്റി സ്യൂട്ടബിൾ ഫോർ ഡുവൽ പർപ്പസ്? അതായത് നമുക്ക് കൊപ്രയും വേണം. കൊപ്ര നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എണ്ണയ്ക്ക് വേണ്ടി അല്ലേ? നമ്മൾ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ നമ്മൾ കൊപ്ര യൂസ് ചെയ്യുന്നു. കൊപ്രയും അതുപോലെ കോക്കനട്ട്, ടെൻഡർ കോക്കനട്ട്, കരിക്കിനും കൂടെ 2 കാര്യത്തിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റ വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഡുവൽ പർപ്പസ് വെറൈറ്റി ഓഫ് കോക്കനട്ട് ഏതാണെന്ന് വെച്ചാൽ കൽപ്പപ്രതിഭയാണ്. ആരാണ്? കൽപ്പപ്രതിഭ. കൽപ്പപ്രതിഭ എന്ന് ഓർക്കുക. പ്രതിഭ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിത് കലാപ്രതിഭ എന്നൊക്കെ പറയത്തില്ലേ, കുറെ കാര്യങ്ങൾ അറിയാമായിരിക്കും. അതുപോലെ കൽപ്പപ്രതിഭ എന്ത് ചെയ്യുന്നത്? ടെൻഡർ കോക്കനട്ടിലും അതുപോലെ കൊപ്രയ്ക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡുവൽ പർപ്പസ് വെറൈറ്റിയാണ് ഏത്? കൽപ്പപ്രതിഭ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കോക്കനട്ട് ഹൈബ്രിഡ് ഗീവ് എ ഹൈയസ്റ്റ് നട്ട് ഈൽഡ് ഇൻ കേരള? കേരളത്തിൽ കൂടുതൽ ഈൽഡ് കിട്ടുന്ന വെറൈറ്റി ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് കേരശ്രീ. ഇപ്പം ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞു
നമുക്ക് പഠിക്കണം എന്താണ് വെറൈറ്റീസും ഹൈബ്രിഡും അതിൻ്റെ ക്രോസസും അതുപോലെ കൾട്ടിവേഴ്സും ഒക്കെ പഠിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് കേരശ്രീയുടെ ക്രോസസ് എഴുതാൻ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആലോചിക്കുക കേരശ്രീ പേര് പോലും കേട്ടിട്ട് എന്തോ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ വിഷമിക്കട്ടെ. ആ പേര് അതായത് കേരശ്രീ എന്നുള്ള പേര് തന്നെ ഉണ്ട്. നമ്മളിനി പഠിക്കും WCT എന്താണ്, MYD എന്താണെന്നൊക്കെ പഠിക്കും. അപ്പോൾ കേര എന്ന പേര് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓർത്തിരിക്കുക ആദ്യത്തെ പേരിൻ്റെ WCT വെസ്റ്റ് കോസ്റ്റ് ടോൾ ആയിരിക്കുമെന്ന്. അടുത്ത MYD വെച്ച് കഴിഞ്ഞാൽ മലയാൻ യെല്ലോ ഡാർഫാണ്. ആരാണ്? മലയാൻ യെല്ലോ ഡാർഫ്. ഇത് മറക്കാതിരിക്കാൻ ഇത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സെലക്ഷൻ ഓഫ് മദർ പാംസ് അല്ലേ. അതായത് നമ്മളിപ്പോൾ അടുത്ത ഒരു ജനറേഷന് വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു തെങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ കുഴിച്ചിടും അല്ലേ. ആ തേങ്ങ കിട്ടണമെങ്കിൽ നമുക്ക് പ്രത്യേക തരം എല്ലാ തെങ്ങിൽ നിന്നും നമുക്ക് തേങ്ങ കളക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ആ ഒരു ഏത് തെങ്ങിൽ നിന്നൊക്കെ എടുക്കണം, അല്ലെങ്കിൽ ആ തെങ്ങിൽ നിന്ന് എടുത്ത് നല്ലതായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു വർഷം നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന തെങ്ങിൽ നിന്ന് 80 നട്ട്സ് പെർ ആനം വേണം. അതായത് 80 തേങ്ങകളെങ്കിലും മിനിമം കിട്ടിയിരിക്കണം ഒരു വർഷം. നല്ല ഈൽഡ് വേണം. രണ്ടാമത്തെയാണ് ഒരു 20 വർഷമെങ്കിലും പഴക്കമുള്ള തെങ്ങായിരിക്കണം. എത്ര വർഷമാണ്? 20 വർഷമെങ്കിലും. അതുപോലെ തന്നെ ഒരു 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നണം? തേങ്ങകൾ കിട്ടുകയും ചെയ്യണം. അതുപോലെ മൂന്നാമത്തെയാണ് 30 ഫുള്ളി ഓപ്പൺഡ് ലീവ്സ് വേണം. 30 ഫുള്ളി ഓപ്പണിൽ എന്ത് വേണം? ഓലകൾ വേണം. നാലാമത്തെയാണ് 12 ബഞ്ചസ് വേണം. അതായത് 12 കുലകൾ വേണം. അടുത്ത അഞ്ചാമത്തെയാണ് നമ്മളൊരു തേങ്ങ എടുക്കുകയാണെങ്കിൽ ആ തേങ്ങയാണെങ്കിൽ അതിന് 600 ഗ്രാം ഹസ്കഡ് വെയിറ്റും കൊപ്രയാണെങ്കിൽ 150 ഗ്രാം വെയിറ്റും വേണം. ഈ രണ്ട് കാര്യവും ഓർത്തിരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫുള്ളി ഓപ്പൺഡ് ലീവ്സ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 30 എളുപ്പം പഠിക്കുക ഇത്രയേ ഉള്ളൂ. നല്ല ഒരു വർഷം നമുക്ക് 80 തേങ്ങയൊക്കെ കിട്ടുന്ന തെങ്ങ ആയിരിക്കണം. അതുപോലെ തന്നെ 20 വർഷം പഴക്കമുള്ളതായിരിക്കണം. 5 വർഷം നമുക്ക് കണ്ടിന്യൂസ് നല്ല ഈൽഡ് കിട്ടിയതായിരിക്കണം. അതുപോലെ 30 ഫുള്ളി ഓപ്പൺഡ് ലീവ്സ് വേണം. അതുപോലെ തന്നെ 12 ബഞ്ചസ് വേണം. പിന്നെ ഹസ്കഡ് വെയിറ്റ് ആണെങ്കിൽ തേങ്ങയാണെങ്കിൽ 600 ഗ്രാമും കൊപ്രയാണെങ്കിൽ എത്രയാണ്? 150 ഗ്രാം വെയിറ്റും കാണണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നുന്ന നമ്മുടെ ഹൈബ്രിഡുകളും അതിൻ്റെ കുറച്ച് ക്രോസിങ്ങുകളും പെട്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് കേരശങ്കര. എന്താണ് കേരശങ്കര? ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കേര എവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും അവിടെ WCT ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കേര എന്ന് ഓർക്കുമ്പോഴേ ഓർക്കുക അതിൻ്റെ ക്രോസിംഗ് പേര് WCT ആയിരിക്കും. ശങ്കര വരുമ്പോൾ ആരാണ് അവിടെ? COD വന്നു. ആരാണ് COD? ചോഗട്ട് ഓറഞ്ച് ഡാർഫ്. ഓക്കെ, അടുത്ത ചന്ദ്രശങ്കര വന്നു. അപ്പൊ ചന്ദ്ര ആദ്യം വരുമ്പോൾ അവിടെ നമ്മൾ ഇവിടെ എന്തോ എടുത്തു? COD WCT. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചന്ദ്രശങ്കരയുടെ ക്രോസിങ്. അപ്പൊ ചന്ദ്രശങ്കര എന്ന് കേൾക്കുമ്പോൾ COD WCTയും. അടുത്തയാണ് ചന്ദ്രലക്ഷ. എന്താണ് ചന്ദ്രലക്ഷ? ചന്ദ്രലക്ഷ വരുമ്പം LCTയും CODയും. എന്താണ് നമ്മൾ തിരിഞ്ഞു പോകരുത്. അതായത് ഇപ്പം നമ്മൾ ചന്ദ്രശങ്കര എഴുതുമ്പോൾ COD WCT ഒരിക്കലും അത് തിരിച്ച് WCT CODയും എഴുതരുത്. അപ്പോൾ പേരൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ആ ഒരു ക്രോസ് ആയിരിക്കത്തുമില്ല കിട്ടുന്നത്. അപ്പം കറക്റ്റായിട്ടും ഫസ്റ്റ് വരുന്നത് ഫസ്റ്റായിട്ടും സെക്കൻഡ് വരുന്നത് സെക്കൻഡായിട്ടും തന്നെ പഠിച്ചിരിക്കുക. എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടെങ്കിൽ ഓർത്തിരിക്കുക. അടുത്ത എഴുതുന്നതാണ് കേരഗംഗ. കേര വന്നപ്പോൾ ഞാനിവിടെ പറഞ്ഞു WCT ആദ്യം വരും. ഗംഗയാണ് ഗംഗാ ബോർഡോ ആയിരിക്കും. അടുത്ത ലക്ഷഗംഗ. ലക്ഷഗംഗ വന്നപ്പം ലക്ഷദ്വീപ് ഓർഡിനറി വെറൈറ്റിയും ഗംഗാ ബോർഡോ. അടുത്ത അനന്തഗംഗ. അനന്തഗംഗ ആൻഡോമാൻ ഓർഡിനറി വെറൈറ്റിയും ഗംഗാ ബോർഡോ. അടുത്തയാണ് കേരശ്രീ. വെസ്റ്റ് കോസ്റ്റ് ടോളും മ്യാൻമാർ വെറൈറ്റിയും. അടുത്തയാണ് കേര സൗഭാഗ്യ. WCTയും SSETയും. അപ്പം ഇത് മസ്റ്റായിട്ടും പഠിച്ചിട്ട് തന്നെ പോവുക. പഠിക്കാതെ ഈ ഒരു എക്സാമിന് പോവുകയേ ചെയ്യരുത്. അടുത്ത നമ്മൾ പ്രീവിയസ് ആയിട്ട് കോക്കനട്ട് നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്പേസിങ്. സ്പേസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
സ്പേസിങ്ങിൻ്റെ കേസിൽ ടോൾ വെറൈറ്റി, ഡാർക്ക് വെറൈറ്റി, ഹൈബ്രിഡ് വെറൈറ്റി, ഈ 3 വെറൈറ്റീസിനും 3 സ്പേസിംഗ് ആണ് കൊടുക്കുന്നത്. ടോൾ വെറൈറ്റി ആണെങ്കിൽ, നല്ല നീളമുള്ള ടോൾ വെറൈറ്റി ആണെങ്കിൽ നമ്മൾ അവിടെ സ്പേസിംഗ് കൊടുക്കുന്നത് 7.5 × 7.5 ആയിരിക്കും. ഇനി ഡാർക്ക് ആണെങ്കിൽ, നീളം കുറഞ്ഞതാണെങ്കിൽ അവിടെ 6.5 × 6.5 മതി. ഇനി അത് ഹൈബ്രിഡ് ആണെങ്കിലോ ഇതിന് 2 കൂടെ ഇപ്പോൾ 6, നിങ്ങൾ പഠിച്ചിരിക്കുക ഇങ്ങനെ ഇടുക. ഡാർക്ക് 6, ഇച്ചിരി നീളം വരുമ്പോൾ ടോള് 7, പിന്നെ ഹൈബ്രിഡ് 8. ഇങ്ങനെ ഓർത്തിരിക്കുക. 6, 7, 8. ആദ്യം നീളം കുറയുന്നു, പിന്നെ നീളം വെക്കുന്നു, പിന്നെ ഹൈബ്രിഡ് ആവുന്നു. അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്ഥിരം അല്ലേ, നമ്മുടെ ട്രയാങ്കുലർ സിസ്റ്റം, സ്ക്വയർ സിസ്റ്റം, സിംഗിൾ ഹെഡ്ജ്, ഡബിൾ ഹെഡ്ജ്, നമ്മുടെ POP ബോക്സ് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതെല്ലാവരും പഠിച്ചു കാണും. അപ്പം അത് അറിയാത്തവർക്ക് എന്താണ് ട്രയാങ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ സ്ക്വയർ സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ ഹെഡ്ജ് സിസ്റ്റം ഡൗട്ട് കാണും. അപ്പോൾ ഞാനിവിടെ ഒരു കൊച്ചൊരു ഡയഗ്രാം വെച്ചിട്ടുണ്ട്. അതായത് എന്താണ് ട്രയാങ്കുലർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, നമുക്കിത് നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ, അതായത് ഇങ്ങനൊരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡിലും ഈ 3 കോർണേഴ്സിലും നമ്മൾ എന്ത് പ്ലാന്റ് ചെയ്യും? കോക്കനട്ട് പ്ലാന്റ് ചെയ്യും. അടുത്തതും വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ വന്നു അടുത്ത ഒരു ട്രയാങ്കിൾ. ഇപ്പം ഇവിടെ നമ്മൾ എന്ത് പ്ലാന്റ് ചെയ്തു? കോക്കനട്ട് പ്ലാന്റ് ചെയ്തു. ഇപ്പം ഇങ്ങനെയും വന്നു, ഇവിടെ നമ്മൾ പ്ലാന്റ് ചെയ്തു. അടുത്തത് ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കുലർ സിസ്റ്റത്തിൽ കോക്കനട്ട് പ്ലാന്റ് ചെയ്യുന്നത്. ഈ പടം ഓർത്തിരിക്കുക. അപ്പം ഇങ്ങനെ പ്ലാന്റ് ചെയ്യുമ്പം അവിടെ എത്ര, ഇല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ സിസ്റ്റത്തിൽ പ്ലാന്റിങ് അല്ലെങ്കിൽ എത്ര തെങ്ങുകൾ അവിടെ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രയാങ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതിയും നീളം അല്ലെങ്കിൽ ഈ ഭാഗവും വരുന്നത് 7.6 മീറ്റർ ആയിരിക്കും. ഇവിടെ 7.6 മീറ്റർ ആയിരിക്കും. ഈക്വലാണ് ഇവിടെയും 7.6 മീറ്റർ ആയിരിക്കും. അങ്ങനെ ഒരു ഈക്വൽ ആയിട്ട്. അപ്പോൾ 7.6 മീറ്ററിനകത്ത് ഒരു ട്രയാങ്കുലർ സിസ്റ്റം ആണെങ്കിൽ അവിടെ 198 കോക്കനട്ട്സ് പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. കണ്ടോ, കുറേ ഞാൻ സ്റ്റാർ ഇട്ടിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണത്. അടുത്ത വരുന്നതാണ് സ്ക്വയർ സിസ്റ്റം. സ്ക്വയർ സിസ്റ്റം അങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ അവർക്കൊരു വെറൈറ്റി ആയിട്ട് ഈ വട്ടം സ്ക്വയർ സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ സ്ക്വയർ ആണ്, ചതുരമാണ്. അപ്പം നീളവും വീതിയും ഈക്വൽ ആണ്, സമചതുരമാണ് സ്ക്വയർ സിസ്റ്റം വരുന്നത്. അവിടെ 170 to 120, 170 മുതൽ 120 വരെ പ്ലാന്റ്സ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നടാൻ പറ്റും. അടുത്ത സിംഗിളിൻ്റെ കേസിലാണെങ്കിൽ, സിംഗിളിൻ്റെ വരുമ്പം അവരുടെ വീതിക്കും നീളത്തിനും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സിംഗിൾ സിസ്റ്റം ആണെങ്കിൽ അവിടെ 220 പ്ലാന്റ്സ് മാത്രമേ പ്ലാന്റിങ്ങിന് പറ്റത്തുള്ളൂ. അടുത്തൊരു ഡബിൾ ഹെഡ്ജ് ആണെങ്കിൽ, ഡബിൾ ഹെഡ്ജ് സിസ്റ്റത്തിൽ 280, അത് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിനെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ ഹെഡ്ജ് സിസ്റ്റത്തിലാണ്. ഓക്കെ, പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ട്രയാങ്കുലർ സിസ്റ്റം ആണ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ട്രയാങ്കുലർ സിസ്റ്റത്തിലാണ് 7.6 മീറ്റർ ആയിരിക്കും 198 പ്ലാന്റ്സിനെ നമുക്ക് പ്ലാന്റിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽറ്റി തോന്നിയിട്ടുള്ള നമ്മുടെ കുറച്ച് മേജർ പെസ്റ്റുകളുണ്ട്. അപ്പോൾ പെസ്റ്റുകളും അതിൻ്റെ സയൻറ്റിഫിക് നെയിമുകളും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക തന്നെ വേണം. ആദ്യമാണ് റൈനോസറസ് ബീറ്റിൽ. നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള റൈനോസറസ് ബീറ്റിൽ, വലിയ കൊമ്പൻ ചില്ലി എന്നൊക്കെ അറിയപ്പെടുമല്ലോ, അതിൻ്റെ പേരാണ് ഒറൈസൈറ്റസ് റൈനോസറസ്. ഒറൈസൈറ്റസ് റൈനോസറസ്. അടുത്ത കോക്കനട്ട് എറിയോഫൈഡ് മൈറ്റ്, അതാണ് അസേറിയ ഗുരോനിസിസ്. കുറച്ച് പാടൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണത് വായിക്കാൻ പറ്റുന്നത് അങ്ങനെ അങ്ങ് വായിച്ച് പഠിക്കുക. റെഡ് പാം ബീറ്റിൽ റൈനോസറസ് ഫെറൂജിയൻസ്. അടുത്ത ബ്ലാക്ക് ഹെഡഡ് കാറ്റർപില്ലർ അല്ലെങ്കിൽ ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ എന്നൊരു സംഭവമുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഒപ്പീസിനിയ അരോനസെല്ല. അപ്പം ഇതിനകത്ത് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ, ഈ ലീവ്സ് നമ്മുടെ ഓല ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഓലയിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ, ഒരു ത്രികോണ ആകൃതിയിൽ ഒരു സാധനം വന്ന് തിന്നിട്ട് പോകും. ഒരു ട്രയാങ്കുലർ ഷേപ്പായിരിക്കും. അത് ഏത് പെസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈനോസറസ് ബീറ്റിലായിരിക്കും. റൈനോസറസ് ബീറ്റിലായിരിക്കും. ഇപ്പം ഒരു POPയുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ളതിൽ അങ്ങും ഇങ്ങുമുള്ള നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ബനാന, റൈസ്, കോക്കനട്ട്, ബ്ലാക്ക് പെപ്പർ, അങ്ങനെയൊക്കെയുള്ള ക്രോപ്പ് വെജിറ്റബിൾസ് അതെല്ലാം പഠിച്ചിട്ട് മാത്രം പോവുക. ഇപ്പോൾ സിസം വെറൈറ്റി ഇപ്പോൾ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്, അതും കൂടെ പഠിച്ചിട്ട് തന്നെ പോവുക. POPയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും.
അപ്പം POP പഠിക്കാതെ ആരും അഗ്രി അസിസ്റ്റന്റിന്റെ എക്സാമിന് പോകേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഡിപ്ലോമ BHSC ബേസുള്ള എക്സാം ആയതുകൊണ്ട് എന്തായാലും POP ചോദിച്ച് ക്വസ്റ്റ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഏണസ്റ്റ് അക്കാഡമി അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കോഴ്സ് അവൈലബിൾ ആണ്. കോഴ്സ് പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. താങ്ക്